This is my club. This is Liverpool. Not a one that without you. You legend, Alisson. Best goalkeeper in the world. പാരീസിൽ പോളിംഗ് സിസ്റ്റം പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഡാൻസിങ് ഫീറ്റുമായി പാരീസ് പട ബോക്സിലേക്ക് നടന്ന് കയറുന്നുണ്ട്. രാജകുമാരന്മാരുടെ പറുദീസ എന്നർത്ഥം പറയാവുന്ന പാർക്ക് ഡി പ്രിൻസിൽ ഒരേ ഒരു ചക്രവർത്തിക്ക് മുൻപിൽ ഒന്നൊന്നായി അവസാന ഷോട്ടുമെടുത്ത് PSG തിരിച്ചു കയറുന്നുണ്ട്. അയാളുടെ ഗോൾമുഖം തുറന്നെടുക്കാനാകാം. തുടർച്ചയായ പരിക്കുകൾ ഉൾപ്പെടുന്ന കാരണങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും അയാളുടെ പ്രകടനങ്ങൾക്ക് ഇടവേളകൾ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ റെഡ്സിൻ്റെ ഗോൾ കീപ്പർമാരുടെ നെയിമുകൾ മാറിമറിഞ്ഞുകൊണ്ടേയിരുന്നു. പ്രീമിയർ ലീഗിലെ ചില മികച്ച കീപ്പർമാരുടെ അസമാന പ്രകടനങ്ങൾ അത്തരം സമയങ്ങളിൽ അയാളുടെ പ്രകടനങ്ങൾക്ക് മുകളിലെന്നും മികച്ചതെന്നും പലരും വാദിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെയുള്ള തിരിച്ചുവരവുകളിലെ മങ്ങലുകൾ പലതും സത്യമെന്ന് തെളിയിക്കും പോലെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പ്രൈമിൽ അയാൾ തുടങ്ങി വെച്ചിരുന്ന വിപ്ലവങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അവന് മുകളിൽ ഓവർ ഹൈപ്പെടുന്ന ടാഗ്ലൈൻ നൽകി ഇനിയും ഭാവിയിൽ വരാനിരിക്കുന്ന പ്രകടനങ്ങളെപ്പോലും അവർ സംശയിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ പൂളിൽ അതിനൊന്നും പ്രസക്തി ഉണ്ടായിരുന്നേയില്ല. അലിസൺ ബക്കർ എന്ന ഗോൾ കീപ്പർ തോൽവി ഉറപ്പിച്ച നിമിഷങ്ങളിൽ നിന്നും തങ്ങൾക്ക് തിരികെ നൽകിയ വിജയപേരികളെല്ലാം അവരുടെ ഹൃദയത്തിൽ പച്ചകുത്തി കിടക്കുന്നുണ്ടായിരുന്നു. എർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ പലപ്പോഴും അയാളത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നതല്ലേ. എന്നാൽ ഇടവേളകളിൽ നിന്നുള്ള ചില തിരിച്ചുവരവുകളിൽ അലിസണിലെ ആ പഴയതൊന്നും ദർശിക്കപ്പെട്ടിരുന്നില്ല എന്ന് ഞാനും ചിന്തിച്ചിരുന്നു. ഒരുപക്ഷെ നീണ്ട ഇടവേളകൾ അലിസനെ മിസ് ചെയ്തുകൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ മികച്ച കീപ്പർമാരുടെ പ്രകടനങ്ങൾ ഈ ഇടവേളകളിൽ ദിനംപ്രതി ഹരം നൽകി കടന്നുപോയതുകൊണ്ടായിരിക്കാം. എന്നാൽ ആ ചിന്തകളെയെല്ലാം ഇന്ന് ഇവിടെ അവസാനിക്കുകയായിരുന്നു. മികച്ച ഫോമിൽ നിൽക്കുന്ന PSG-യും ഫോമിൻ്റെ പീക്കിൽ നിൽക്കുന്ന ലിവർപൂളും തമ്മിലുള്ള മത്സരം അത് അത്രയേറെ ത്രസിപ്പിക്കുമെന്ന തോന്നൽ എനിക്ക് മാത്രമായിരുന്നില്ല. ഈ വീക്കിലെ ചാമ്പ്യൻസ് ലീഗിലെ ഈ പോരാട്ടം കാണണമെന്ന് ചിന്തിച്ചതും ഞാൻ മാത്രമായിരുന്നില്ല. കാരണം മുൻവിധികൾക്ക് പോലും സ്ഥാനമില്ലാത്ത ഒരു വേദിയായി പാരീസ് മാറുമെന്ന് ആരാധകർക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ തുല്യശക്തിയുള്ള പോരാട്ടമെന്നെല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ PSG പൂളിനെ അക്ഷരാർത്ഥത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. വിറ്റിനിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന PSG-യുടെ മുൻനിര പൂളിൻ്റെ 6 യാർഡ് ബോക്സിലേക്ക് നിരന്തരം മാർച്ച് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ലിവർപൂളിനെ സ്ക്രീനിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ തുടച്ചു മാറ്റുകയായിരുന്നു. പൂളിൻ്റെ ഡിഫൻസീവ് നിയന്ത്രണ രേഖയെ പോലും കീറിമുറിച്ച് PSG-യുടെ മുന്നേറ്റത്രയം പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പാരീസിൽ പൂളിൻ്റെ അടക്കം കഴിയുമെന്ന രീതിയിൽ കാര്യങ്ങൾ കടന്നുപോയി. എന്നാൽ പാരീസിൻ്റെ മൈതാനത്തിൽ ആരാധകരിൽ ഉയർന്നുകൊണ്ടിരുന്ന ആ വിശ്വാസത്തെ തട്ടിത്തെറിപ്പിച്ച് കളയുവാൻ റെഡ്സിൻ്റെ ഗോൾ ബാറിന് കീഴിൽ ഒരു മനുഷ്യൻ അവതരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനീളം 28 ഷോട്ടുകളുടെ പ്രഹരം ഏൽക്കേണ്ടി വന്ന പൂളിൻ്റെ 6 യാർഡ് ബോക്സിൽ അവരുടെ യാത്ര അവസാനിപ്പിക്കാൻ ശേഷിയുള്ള 9-ലേറെ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ കൂടിയുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ചെന്ന് അവസാനിച്ചത് ലക്ഷ്യം കാണാൻ സാധിക്കാത്ത ഒരു പോയിന്റിലായിരുന്നു. അത് 32-കാരൻ്റെ കരങ്ങൾക്കുള്ളിൽ നിങ്ങൾ മുൻപ് സംശയിച്ച അതേ മനുഷ്യൻ അലിസൺ ബക്കർ എന്ന ഗ്ലാഡിയേറ്ററിന് മുന്നിൽ. കളിയിലുടനീളം മരിച്ച് കളിച്ചിട്ട് പോലും ഗോളെന്നുറപ്പിച്ച ഷോട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒടുക്കം എലൈറ്റിൻ്റെ ഒറ്റ ഗോളിൽ തോറ്റു നിൽക്കേണ്ടി വന്ന പാരീസ് ആരാധകർക്ക് മുന്നിൽ വില്ലനായി അയാളെങ്ങനെ അവതരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നിശബ്ദത ബാധിച്ച അന്തരീക്ഷത്തിൽ അലിസൺ ബക്കർ എന്ന പേര് അവരെ അസ്വസ്ഥമാക്കിയിരുന്നു, നിരാശരാക്കിയിരുന്നു. ഇതൊരു പക്ഷേ പലരും അലിസൺ ബക്കർ എന്ന ബ്രസീലുകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പായോ തിരിച്ചുവരവായോ കണക്കാക്കിയേക്കാം. പക്ഷേ ഇവിടെ പഴയ അലിസനെന്നോ പുതിയ അലിസനെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ എന്നും ഒരുപോലെ തന്നെയായിരുന്നു. അന്ധത ബാധിച്ചവർക്കും ഇടവേളകളിൽ പൂളിൻ്റെ മോശം സമയങ്ങളെ നിരീക്ഷിച്ചവർക്കും അലിസന് മുകളിൽ പലരെയും പ്രതിഷ്ഠിച്ചവർക്കും മാത്രമേ അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കൂ. എന്നാൽ ഫുട്ബോൾ ആരാധകർക്കും ലിവർപൂളുകാർക്കും അലിസൺ എന്നും ഒരു വിശ്വാസം തന്നെയാണ്. 10 പേർ തീരുന്നിടത്ത് അവൻ തങ്ങളെ രക്ഷിക്കുവാൻ മാന്ത്രികക്കാരങ്ങളുമായി നിൽക്കുന്നുണ്ടാകുമെന്നും അവസാനിച്ചു എന്ന ചിന്തകളെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ അവതരിക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതെ, നിങ്ങൾ അയാളിലെ പ്രതിഭയെ സംശയിച്ചു കൊണ്ടേയിരിക്കുക. മറുപടി അയാൾ യഥാസമയം തന്നുകൊണ്ടേയിരിക്കും. ഓർമ്മയിൽ തങ്ങി നിർത്താൻ മറ്റൊരു മനോഹരമായ നിമിഷം സമ്മാനിച്ചുകൊണ്ട് അലിസൺ പഴയ ഓർമ്മകളെ ഉണർത്തിയിരിക്കുന്നു. കെട്ടുകഥകൾക്ക് മുന്നിൽ മറ്റാരേക്കാളും താനാണ് മികച്ചതെന്ന് പൂളിൻ്റെ യാത്ര തുടർന്നുകൊണ്ട് അലിസൺ എന്ന ചക്രവർത്തി വീണ്ടും തെളിയിക്കുകയാണ്.